തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നവംബർ 2-നും അടുത്ത 7 ജില്ലകളിൽ നവംബർ 5-നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വിജ്ഞാപനം ഈ മാസം 5-ന് പുറത്തിറങ്ങും. നവംബർ 7-നാണ് ഫലപ്രഖ്യാപനം. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 7-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. 15-ന് സൂക്ഷ്മ പരിശോധനയും 17-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയുമാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 2-ന് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലും, നവംബർ 5-ന് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലും തിരഞ്ഞെടുപ്പ് നടക്കും. നവംബർ 7-നാണ് ഫലം പ്രഖ്യാപിക്കുക. 21,871 വാർഡുകളിലായി 35,000 പോളിംഗ് ബൂത്തുകളിൽ 2,50,00,000 ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 5 ലക്ഷം പുതിയ വോട്ടർമാരാണുള്ളത്. ഒക്ടോബർ 5 വരെ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണിത്. എന്നാൽ വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉണ്ടാവില്ല. നോട്ട ഈ തെരഞ്ഞെടുപ്പിൽ ബാധകമായിരിക്കില്ല. സ്ഥാനാർത്ഥികൾക്ക് ചിലവഴിക്കാൻ കഴിയുന്ന തുകയുടെ വിശദാംശങ്ങളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. നോമിനേഷൻ കൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് തുക ഗ്രാമപഞ്ചായത്ത് 1000 ബ്ലോക്ക് പഞ്ചായത്ത് 2000, ജില്ലാ പഞ്ചായത്ത് 3000, മുനിസിപ്പാലിറ്റി 2000, മുനിസിപ്പൽ കോർപ്പറേഷൻ 3000. പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവയ്ക്കേണ്ട തുക ഇതിൻ്റെ 50% മാത്രമായിരിക്കും. ചെലവഴിക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്ത് 10,000, ബ്ലോക്ക് പഞ്ചായത്ത് 30,000, ജില്ലാ പഞ്ചായത്ത് 60,000, മുനിസിപ്പാലിറ്റി 30,000, മുനിസിപ്പൽ കോർപ്പറേഷൻ 60,000. ഇന്നു മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കമ്മീഷൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനായി IAS ഉദ്യോഗസ്ഥരെ നിരീക്ഷകരായി നിയമിക്കും. കേരള പോലീസിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള സേനയും ചേർന്നാണ് സുരക്ഷ ഒരുക്കുക. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ രാഷ്ട്രീയ കക്ഷികളോട് അഭ്യർത്ഥിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലിം രാജിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിലാണ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനും സർക്കാർ ഉത്തരവ് നൽകി. കേസിൽ 3 കുറ്റപത്രമാണ് CBI സമർപ്പിച്ചിട്ടുള്ളത്. 12 കുറ്റപത്രങ്ങൾ കൂടി CBI തുടർന്ന് സമർപ്പിക്കും. എല്ലാ പാർട്ടികളോടും സമദൂരം പാലിക്കുമെന്നും വിശാല ഹിന്ദു ഐക്യത്തിനല്ലെന്നും പ്രഖ്യാപിച്ച് NSS. എന്നാൽ കേരളം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതേസമയം മൂന്നാം മുന്നണിയെ അനുകൂലിക്കുന്ന VSDPയുമായി V മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് മൂന്നാം മുന്നണി ചർച്ചകൾ സജീവമാകുമ്പോഴാണ് സാമുദായിക സംഘടനകൾ നിലപാടുമായി രംഗത്തെത്തുന്നത്. NSSന് രാഷ്ട്രീയമില്ലെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ പാർട്ടികളോടും സമദൂരം പാലിക്കുമെന്നും വിശാല ഹിന്ദു ഐക്യത്തിനില്ലെന്നും NSS വ്യക്തമാക്കി. അതേസമയം മൂന്നാം മുന്നണിയെ അനുകൂലിക്കുന്ന VSDPയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. BJPയെ എതിർക്കേണ്ട എന്ന നിലപാടിലാണ് VSDP. അവഗണിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സമുദായങ്ങളെയും കൂടെ നിർത്തുമെന്ന് മുരളീധരൻ പറഞ്ഞു. എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. കാരണം ഇത്രയും കാലം അവരെ അടിച്ചമർത്തിയത് കോൺഗ്രസും CPM-ഉമാണ്. എന്നാൽ കേരള രാഷ്ട്രീയം വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും ജനങ്ങൾ ഈ നീക്കം തള്ളിക്കളയുമെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതേസമയം SNDP BJP ബാന്ധവത്തിൽ BJPക്കുള്ളിലും SNDP ഭാരവാഹികൾക്കിടയിലും ഈഴവ സമുദായത്തിലും രൂക്ഷമായ എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കത്തിനെതിരെ BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായ അതൃപ്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മൂന്നാം മുന്നണി നീക്കം വലിയ ചരടുവലികൾക്കാകും സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കള്ളത്തരം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി അതെ അതെ അതിന് അദ്ദേഹത്തിനെല്ലാം കഴിയുമല്ലോ ഇങ്ങനെ പറയാൻ. അതെല്ലാം കേട്ട് ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. ഏതായാലും ഈ പണം SN കോളേജിൽ നിന്ന് അഴിമതിയായിട്ട് അധ്യാപക നിയമനത്തിലും മറ്റും വാങ്ങിയിട്ടുള്ള പണത്തെ സംബന്ധിച്ചുള്ള കണക്ക് ജനങ്ങൾക്ക് അറിഞ്ഞേ മതിയാവും. മലപ്പുറം മുന്നിയൂർ ഹൈസ്കൂൾ അധ്യാപകൻ KK അനീഷിന്റെ ആത്മഹത്യാ കേസ്
സ്കൂൾ മാനേജർ VP സെയ്ദലവി അറസ്റ്റിൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. കേസിലെ മറ്റൊരു പ്രതി ഹൈദർ K മുനീറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി നഴ്സിംഗ് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. എറണാകുളം ലിസി ആശുപത്രിയിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ധന്യ ഡേവിഡാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. പ്രൊജക്ട് സമയത്ത് സമർപ്പിക്കാൻ കഴിയാത്തതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സോറി പപ്പ സോറി മമ്മ എന്ന കുട്ടി കയ്യിൽ എഴുതി വെച്ചിരുന്നു. മൃതദേഹം ലിസി ആശുപത്രി മോർച്ചറിയിൽ. നാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത തോട്ടം തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം 6ാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാനത്തുടനീളം 3.5 ലക്ഷത്തോളം തൊഴിലാളികളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. മൂന്നാറിൽ ട്രേഡ് യൂണിയന്റെ അനിശ്ചിതകാല നിരാഹാര രാപ്പകൽ സമരവും പുരോഗമിക്കുകയാണ്. പൊമ്പിളയൊരുമയിലെ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദിവസക്കൂലി 500 രൂപയാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ മാസം 28-ന് ആരംഭിച്ച തോട്ടം തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്കാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. മൂന്നാറിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലും പെമ്പിളി ഒരുമയുടെ നേതൃത്വത്തിലും 2 സമരങ്ങളാണ് തുടരുന്നത്. ട്രേഡ് യൂണിയന്റെ രാപ്പകൽ നിരാഹാര സമരം 2ാം ദിവസവും തുടരുന്നു. CITU, INTUC, AITUC എന്നീ തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് 6 സ്ത്രീ തൊഴിലാളികളാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പരിശോധിച്ച ഡോക്ടർ രാധ വ്യക്തമാക്കി. പെമ്പിളി ഒരുമയിലെ 5 വീതം തൊഴിലാളികൾ 24 മണിക്കൂർ റിലേ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പെമ്പിളി ഒരുമ രാത്രി സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. പെമ്പിളി ഒരുമയിലെ ഭിന്നിപ്പിനെ തുടർന്ന് വലിയൊരു ശതമാനം തൊഴിലാളികൾ പെമ്പിളി ഒരുമയെ വിട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരത്തിൽ ചേർന്നു. രാത്രി സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. ട്രേഡ് യൂണിയന്റെ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് MLA-മാരായ KK ജയചന്ദ്രൻ, S രാജേന്ദ്രൻ, ES ബിജിമോൾ എന്നിവർക്ക് പുറമെ മുൻമന്ത്രി KP രാജേന്ദ്രൻ, ഇടുക്കി DCC പ്രസിഡന്റ് റോയ് K പൗലോസ് തുടങ്ങിയവർ എത്തിയിരുന്നു. മൂന്നാറിലെ ശക്തമായ തണുപ്പിനും ഇവരെ സമരച്ചൂടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും സമരമുഖത്തെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സമരം ശക്തമാവുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ചെയ്യുന്ന PLC-യിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മൂന്നാറിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ജൈവ കർഷകർക്ക് പിന്തുണയുമായി ഗാനഗന്ധർവന്റെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം. പാലക്കാട് കൊല്ലങ്കോട് R രാധാകൃഷ്ണന്റെ പാടത്താണ് കൊയ്ത്തുത്സവം നടന്നത്. പരിപാടിയുടെ ഭാഗമായി ജൈവ കർഷകരെയും ആദരിച്ചു. പാലക്കാട് കൊല്ലങ്കോട്ട് ജൈവ കർഷകൻ R രാധാകൃഷ്ണന്റെ പാടത്തായിരുന്നു ആവേശകരമായ കൊയ്ത്തുത്സവം. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. നിരവധി കർഷകരും സ്കൂൾ വിദ്യാർത്ഥികളും കൊയ്ത്തുത്സവത്തിന് എത്തിയിരുന്നു. തുടർന്ന് കൊല്ലങ്കോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജൈവ കർഷകരെ ആദരിച്ചു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 9 കർഷകരെ പാദപൂജ ചെയ്തും പൊന്നാട അണിയിച്ചുമാണ് ആദരിച്ചത്. പ്രകൃതിയുടെ പ്രാധാന്യവും ജീവിത രീതിയും ഓർമ്മപ്പെടുത്തിയായിരുന്നു യേശുദാസിന്റെ ഉദ്ഘാടന പ്രസംഗം. ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളെ ആശുപത്രിയിലേക്ക് അയക്കാൻ ഇടവരുത്താതിരിക്കണമെങ്കിൽ ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ ജലവും ശുദ്ധമായ രീതിയും ജീവിത രീതിയും എല്ലാം നയിച്ച് നമ്മുടെ ഉള്ളിൽ ആദ്യം ശുദ്ധിയാവണം. അതിനുശേഷം നമ്മളെ ശുദ്ധമാകണം. അതിനുശേഷം പരിസ്ഥിതി നമ്മളെല്ലാം ശുദ്ധമാക്കി എടുക്കണം. മോഹൻ വൈദ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA-മാരായ ചെന്താമരാക്ഷൻ, K അച്യുതൻ, പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊച്ചി നഗരത്തിലെ ആദ്യത്തെ സ്മാർട്ട് വൈഫൈ ബസ് ഷെൽട്ടർ പള്ളിമുക്കിൽ ചലച്ചിത്ര താരം മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ബസ് ഷെൽട്ടറുകളും നഗരവും ഹൈടെക് ആക്കേണ്ടതിനു മുൻപേ മനുഷ്യരാണ് ഹൈടെക് ആക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈബിയുടെ MLA-യുടെ എൻ്റെ കൊച്ചി പദ്ധതിയുടെ ഭാഗമായാണ് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തമ്മിലടി. ക്ഷേമകാര്യ പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രമേയത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. UDF കൗൺസിലർ ലീലാമ ഐസക് മേയറുടെ ഡെസ്കിലേക്ക് ചാടിക്കയറി. തുടർന്ന് ലീലാമയെ സസ്പെൻഡ് ചെയ്തു. ക്ഷേമ പെൻഷനുകൾ മണി ഓർഡർ വഴി വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലിയാണ് നഗരസഭയുടെ അവസാന യോഗത്തിൽ തർക്കം ആരംഭിച്ചത്. പ്രമേയം പാസാക്കിയില്ലെന്നാരോപിച്ച് UDF കൗൺസിലർമാർ ബഹളം വെച്ചു. തുടർന്ന് നന്ദൻകോട് കൗൺസിലർ ലീലാമ ഐസക് മേയറുടെ ഡയസിലേക്ക് ചാടിക്കയറി. എല്ലാ പ്രമേയങ്ങളും പാസാക്കിയതായിട്ട് അറിയിച്ചുകൊണ്ട് കൗൺസിൽ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ലീലാമയെ തടയാനെത്തിയ LDF കൗൺസിലർ ശ്രീലേഖയെ UDF കൗൺസിലർമാർ മർദ്ദിച്ചതോടെ തമ്മിലടി രൂക്ഷമായി.
തുടർന്ന് കൗൺസിൽ യോഗം നേരത്തെ പിരിയുകയായിരുന്നു. മേയറുടെ ഡയസിലേക്ക് ചാടിക്കയറിയതിന് ലീലാമ ഐസക്കിനെ കൗൺസിലിന്റെ കാലാവധി തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം പാസാക്കിയ പ്രമേയത്തെ ചൊല്ലി പ്രതിപക്ഷം മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുകയാണെന്ന് LDF കൗൺസിലർമാർ പറഞ്ഞു. മേയറുടെ ഏകാധിപത്യപരമായ നടപടികളാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാരും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.